ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോകളിലൊക്കെ ഞാൻ 1 kV 2 kV സിസ്റ്റങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിൻ്റെ ഏകദേശം കോസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കോസ്റ്റ് എഫക്റ്റീവായ രീതിയിൽ, അതായത് ഒരു ഹൈ റേഞ്ച് അല്ല, ഒരു മീഡിയം റേഞ്ചിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു സോളാർ സിസ്റ്റത്തെ കുറിച്ചാണ്. അതും 2 kV എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിലെ വീഡിയോ ഞാൻ 2 പാനൽ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ 2000 വാട്ട്സ് പാനൽ വെച്ചിട്ട് തന്നെ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ 2000 വാട്ട്സ് പാനൽ വെച്ചിട്ട്, അതായത് 2 kV സിസ്റ്റം, ശരാശരി ഒരു 10 യൂണിറ്റ് പെർ ഡേ നമുക്ക് കിട്ടാവുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അത് എങ്ങനെയൊക്കെ ഏതൊക്കെയാണ് വരിക എന്നുള്ളത്, എന്തൊക്കെയാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത് എന്നുള്ള വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു 3000 VA ഒരു ഇൻവെർട്ടറാണ്. അപ്പോൾ 3000 VA ഇൻവെർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളത് 3200 3250 അങ്ങനെ സംതിങ്, കറക്റ്റ് 3000 കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും ആ ഒരു റേഞ്ചിലുള്ള ഇൻവെർട്ടർ 3 kV ഇൻവെർട്ടറിൻ്റെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ബ്രാൻഡുകൾ ആമസോണിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. സ്മാർട്ടൈൻ ഉണ്ട്, UTL ഉണ്ട്, ഇപ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡുകളുണ്ട്, ആഷ പവർ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പിന്നെ എഡിക്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ, SPS ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ. നിയറസ്റ്റ് ആയിട്ട് ഏറ്റവും വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന MPPT ബേസ് ആയിട്ട്, സത്യം ശ്രദ്ധിക്കുക, MPPT ബേസ് സോളാർ ഇൻവെർട്ടറിൻ്റെ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ MPPT ബേസ് ആയിട്ട് ഏറ്റവും കൂടുതൽ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, മാക്സിമം പിന്നെ ഓൺസൈറ്റ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കേരളത്തിൽ, ഇനി പുറത്താണ് കേരളത്തിന് പുറത്തുള്ള ആളുകളാണ്, ഇപ്രോ ഒക്കെ നല്ല ബ്രാൻഡാണ്. അതുപോലെ സ്മാർട്ടൈൻ നല്ല ബ്രാൻഡാണ്, UTL നല്ല ബ്രാൻഡാണ്. അപ്പോൾ സർവീസ് അവൈലബിലിറ്റി മെയിനായിട്ട് നോക്കണം. എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് കഴിയുമ്പോൾ നന്നായി കിട്ടണമല്ലോ ഈ വാറണ്ടി പീരീഡിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നൊരു ബ്രാൻഡ് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊരു അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ്, ഒരു 3 kV ഒരു ബ്രാൻഡ് ഇൻവെർട്ടർ വാങ്ങിക്കുക. അതിന് ഏകദേശം ഞാൻ റേറ്റ് പിന്നെ ഇതിൽ ഞാൻ കൊടുക്കുന്നത് 18,000 രൂപയാണ്. അപ്പോൾ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ റേറ്റ് ചെറിയ മാറ്റം വരാം, കുറയാൻ ചിലപ്പോൾ കുറച്ച് കൂടാം. എന്നാലും 18,000 രൂപ ശരാശരി റേറ്റ് ഇവിടെ കിട്ടുന്നു. പിന്നെ ഇതിലേക്ക് വരിക 2 ബാറ്ററി വേണം. ഒരു 200 AH ബാറ്ററിയാണ് കുറച്ചുകൂടി നല്ലതാണ്. ഞാനിവിടെ കൊടുക്കുന്ന ഒരു 150 AH 2 ബാറ്ററിയാണ്. അപ്പോൾ 150 AH 2 ബാറ്ററി ആണ് ഞാൻ അതിൽ വെക്കുന്നതെങ്കിൽ, അപ്പോൾ ഒരു സോളാർ ഇൻവെർട്ടർ, ഒരു C10 ബാറ്ററി വാങ്ങിക്കണ ശരാശരി ഒരു 13,500 റേഞ്ചിലേക്ക് വാങ്ങിക്കാൻ പറ്റും. അത് ഞാനും അതും പറയുന്നു. വാറണ്ടി ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന, വാറണ്ടി കൂടുന്നതിനനുസരിച്ച്, അതായത് ഒരു 5 വർഷം വാറണ്ടിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു, എനിക്ക് തോന്നുന്നു ഒരു 15 രൂപ ഒക്കെ റേഞ്ച്, 14,500 ഒക്കെ റേഞ്ച് വരും. വാറണ്ടി കൂടുന്ന, റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കേട്ടോ, വാറണ്ടി അല്ല, റീപ്ലേസ്മെൻറ്റ് വാറണ്ടി. ബാറ്ററി കംപ്ലൈൻറ്റ് മാറ്റിത്തരുന്ന വാറണ്ടി ഉണ്ടല്ലോ, ഈ 5 വർഷത്തിൽ എന്ത് കംപ്ലൈൻ്റ് ആയാലും മാറ്റിത്തരുന്ന വാറണ്ടി, അതാണ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് പറയുന്ന ബാറ്ററിക്ക് എന്തായാലും 1000-1500 രൂപ കൂടാൻ സാധ്യതയുണ്ട്. ഞാൻ അത് ഇതിലിടുന്നില്ല. ഒരു 3 വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള, ഒരു ശരാശരി 3 വർഷം റീപ്ലേസ്മെൻറ്റ് പറയുന്ന ബാറ്ററിയുടെ കോസ്റ്റ് മിക്കവാറും C10 ഒരു 13 രൂപ, 12,500, 13 രൂപ റേഞ്ചിലാണ് വരുന്നത്. ഏത് ബ്രാൻഡായാലും ഈ ഒരു ബ്രാൻഡും ശ്രദ്ധിക്കുക. നിങ്ങൾ ലോക്കലായിട്ട് സർവീസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന, പിന്നെ ഏറ്റവും കൂടുതൽ വാറണ്ടി കിട്ടാൻ സാധ്യതയുള്ള ബ്രാൻഡ് തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. C10 ബാറ്ററി കേട്ടോ, C10 കാറ്റഗറി വരുന്ന സോളാർ ബാറ്ററി പ്രത്യേകിച്ചും വാങ്ങിക്കാൻ ശ്രമിക്കുക മാക്സിമം. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ C10 സാധാ ബാറ്ററി ആയാലും കുഴപ്പമൊന്നുമില്ല, C10 ബാറ്ററി വാങ്ങിക്കാൻ ശ്രമിക്കുക. പിന്നെ അതിന് ഞാൻ ഇതിൽ ഇട്ടേക്കുന്ന വില എന്ന് പറഞ്ഞാൽ 2 ബാറ്ററിക്ക് 27 രൂപ ഇട്ടുള്ളൂ. 12,500 ശരാശരി റേറ്റ് ഇട്ട്, അതേ വരുള്ളൂ 150 AH സാധാ ബാറ്ററിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ 25,000 ആണ് ഇതിനെ ബാറ്ററിക്ക് വില ഇട്ടേക്കുന്നത്. അത് നമുക്ക് 200 AH പോകുമ്പോൾ ഒരു 16,500, ഒരു 16,500, 15 രൂപ, 2,000, 3,000 രൂപ മാറ്റം വരും. അത് വെക്കാൻ കഴിയുന്നവർ 200 AH ബാറ്ററി തന്നെ വെക്കാറുണ്ട്. നമുക്കിവിടെ വെക്കുന്നത് 4 പാനലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ. അപ്പോൾ ബാറ്ററി ആംപിയർ കൂടിക്കഴിഞ്ഞാൽ രാത്രി അത്രയും സ്റ്റോറേജ് കിട്ടും എന്നുള്ള പ്രത്യേകത ഉണ്ട്. അതായത് മാക്സിമം വീട്ടിൽ ഉപയോഗം നടക്കും. മിക്കവാറും 24 hours യൂസ് ചെയ്ത് നടക്കും ഇതിൽ കേട്ടോ. വീട്ടിൽ 24 hours KSEBിനെ ആശ്രയിക്കാതെ കറണ്ട് ഉപയോഗം നടക്കുന്നുള്ള അതിനൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സിസ്റ്റത്തിൽ AC നമ്മൾ മാക്സിമം ഒരു വർഷത്തിൽ ഒരു 2 മാസം, അതല്ലെങ്കിൽ 4 മാസം മാക്സിമം AC ഉപയോഗിക്കാറുള്ളൂ സാധാരണ കാലാവസ്ഥയിൽ, കേരള കാലാവസ്ഥയിൽ. ഈ 4 മാസം AC ഉപയോഗിച്ച് അത് ഗ്രിഡിൽ ഉപയോഗിച്ചാൽ തന്നെ വളരെ കുറഞ്ഞ കറണ്ട് ബില്ലേ വരുള്ളൂ. അപ്പോൾ ആ ഒരു AC ഉപയോഗത്തിന് വേണ്ടി നമ്മൾ വലിയൊരു 5 kV സിസ്റ്റത്തിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. ഇനി 5 kV നിങ്ങൾക്ക് AC കംപ്ലീറ്റ് വെച്ചേ തീരുമെന്നുണ്ടെങ്കിൽ അതൊരു 5 kV സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇത് ഞാൻ വെറുതെ 2 kV സിസ്റ്റമാണ് വെക്കുന്നത്. അപ്പം മെയിൻ ശ്രദ്ധിക്കുക, AC വീട്ടിലെ മോട്ടർ, വെള്ളമടിക്കുന്ന മോട്ടറും ഈ 2 കാര്യങ്ങളും KSEBിലേക്ക് വിട്ടുകൊടുക്കുക. അതായിരിക്കും നന്നാവുക നമുക്ക്. കാരണം അതിൽ ഈ 2 സാധനം ഇതെല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിന് കറണ്ട് ബില്ല് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മോട്ടറും ഒരു വർഷത്തിൽ 2 മാസം മാത്രം ഉപയോഗിക്കുന്ന ഒരു ACക്കും വേണ്ടി
ഒരു കാലങ്ങളോളം തീറ്റിപ്പോറ്റാൻ വേണ്ടി വലിയൊരു സോളാർ സിസ്റ്റം നമുക്ക് വെക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിന് ബാറ്ററിക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് 2 വർഷം കൂടുമ്പോൾ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ബാറ്ററിയുടെ എണ്ണം കൂട്ടേണ്ട വരും. 2 ബാറ്ററിയിൽ 4 ബാറ്ററി ആക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അത് നിങ്ങൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്താൽ AC മാത്രം ഉപയോഗിച്ചിട്ട് 2 മാസം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കറണ്ട് ബില്ല് വരുന്നുണ്ട്. ഈ ഒരു കറണ്ട് ബില്ലിന് 5 വർഷം കൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണിച്ച് കഴിഞ്ഞാൽ അറിയും എത്ര നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത ലാഭം ഉണ്ടാവും ഇല്ല എന്നുള്ളത്. അത് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ അത് ഇപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് പോകുന്നത് സോളാർ പാനലാണ്. ഇൻവെർട്ടർ പറഞ്ഞു. ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടറാണ്. MPPT ടെക്നോളജിയോട് കൂടിയ ഇൻബിൽറ്റ് ഇൻവെർട്ടറാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതിന് MPPT വേറെ വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇൻവെർട്ടർ വേറെ വരുന്നത് ഇൻബിൽറ്റാണ്. ഈ ഇൻബിൽറ്റ് ടെക്നോളജിയിൽ ഇൻവെർട്ടറാണ് ഞാൻ പറയുന്നത്. മൂന്നാമത് വരുന്ന സോളാർ പാനലാണ്. സോളാർ പാനൽ ഇപ്പോൾ ശരാശരി വളരെയധികം റേറ്റ് കുറഞ്ഞൊരു കാലമാണ്. ഇപ്പം 19 രൂപ മുതൽ 21 രൂപ വരെയാണ് ശരിക്ക് ഒരു ശരാശരി ഒരു സോളാർ പാനലിന് 1 വാട്ട്സിന് റേറ്റ് വരുന്നത്. 1 വാട്ട്സിന് റേറ്റ് വരുന്നത്. അതിൻ്റെ മുകളിലെ പാനൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാനലേ വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ. ഏത് ബ്രാൻഡ് വാങ്ങിക്കുകയാണെങ്കിലും ഒരുപാട് ബ്രാൻഡുകൾ സോളാർ പാനലുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് സർവീസ് അവൈലബിലിറ്റി നോക്കിയ പാനൽ നോക്കി വാങ്ങിക്കുക. എന്ത് പാനൽ വാങ്ങിക്കണം എന്ന് ഞാൻ പറയില്ല. ഒരു പാനലും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ ലൂമിനോസ് ഉണ്ട്, വാരി ഉണ്ട്, അതേമാതിരി പിന്നെ വിഗാർഡ് പറക്കുന്നുണ്ട്, ഗോൾഡി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, പിന്നെ ലൂം സോളാർ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സോളാർ പാനലാണോ നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് പിന്നെ ലോക്കലായിട്ട് അവൈലബിൾ ആവുക അത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 വാട്ട്സിന് 10 മുതൽ 20 രൂപ വരുന്നുള്ളൂ. ആ 20 രൂപ വെച്ചാൽ തന്നെ 2000 വാട്ട്സിന് നമുക്ക് 40,000 രൂപ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ശരാശരി എനിക്ക് തോന്നുന്നു 540 വാട്ട്സിൻ്റെ പാനലേ ഇപ്പോൾ കിട്ടാനുള്ളൂ. 500ൻ്റെ കറക്റ്റായിട്ട് കിട്ടാനില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ശരാശരി വെക്കുമ്പോൾ ആമസോണിൽ നിന്നൊക്കെ നിങ്ങൾ ഈ പാനൽ വാങ്ങിക്കണം 44,000 രൂപ 4 പാനൽ ഒന്നിച്ച് വാങ്ങിക്കുമ്പോൾ വരും. ആ ഒരു സംഗതി ഇവിടെ കണക്ക് കൂട്ടിയിട്ട് 44,000 അല്ലെങ്കിൽ 40,000 രൂപയ്ക്ക് ലോക്കലായിട്ട് അവൈലബിൾ ആണ് എങ്കിൽ ഒരു 11,500 12 രൂപ റേഞ്ചിലേക്ക് ഈ ഒരു പാനൽ കിട്ടുന്നതാണ്. 10 രൂപ റേഞ്ചിലേക്ക് കിട്ടും. ഒന്നായിട്ട് വാങ്ങിക്കും. പിന്നെ കോംബോ ഓഫറിലാകുമ്പം റേറ്റ് കുറയും. അതാണ് ഞാൻ ഒരു 44 രൂപയാണ് ഞാനിവിടെ ഒരു പാനലിന് 4 പാനലിന് ഇട്ടേക്കുന്നത്. 18,000 രൂപ MPPT പറഞ്ഞു, 26 രൂപ ബാറ്ററി പറഞ്ഞു. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വരുന്നത് 44,000 രൂപയുടെ പാനലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഇപ്പോൾ ഈ മെയിനായിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മളിവിടെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വരുന്നത് അതിൻ്റെ ഒരു കേബിൾസ്, വയറിങ് കേബിൾസാണ് പറഞ്ഞിട്ടുള്ളത്. 2,600 2,500 രൂപയ്ക്ക് അതിൻ്റെ കേബിൾ വരും. അതേമാതിരി 200 രൂപ റേഞ്ചിൽ ഒരു MC4 കണക്ടർ കിട്ടും. BCDB നമുക്ക് ഒരു 500-600 രൂപ റേഞ്ചിൽ അതും കിട്ടും. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെ കൂട്ടി ചേർത്തിട്ട് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടി നോക്കാണ്ട് ഞാൻ പറയാം 18,000 രൂപ നമുക്ക് MPPT വരുന്നുണ്ട്. ഒരു 25,000 ബാറ്ററിക്ക് വരുന്നുണ്ട്. ഒരു 44,000 പാനലിന് വരുന്നുണ്ട്. ഒരു 2,500 ഒരു DC കേബിളിന് വരുന്നുണ്ട്. പിന്നെ ഒരു 600 രൂപ ഞാൻ ഒരു DC MCB വരുന്നുണ്ട്. ഒരു 200 രൂപ MC4 കണക്ടറിന് വരുന്നുണ്ട്. അപ്പോൾ 90,300 90,000 രൂപയ്ക്ക് ഈ ഒരു സിസ്റ്റം എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ വസ്തുത കേട്ടോ. അപ്പോൾ ഈ റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം. ഇതിൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, ഇതൊരു ഇൻസ്റ്റാളേഷൻ ചാർജിൽ കൂട്ടിയിട്ടില്ല. അതൊരു ഫ്രെയിം അടിക്കാനുള്ള പൈസ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പി വാങ്ങിയിട്ട് ഫ്രെയിം അടിക്കാവുന്നുള്ളൂ. അതിൻ്റെ ഒരു റേറ്റ് എത്രയാണെന്നുള്ളത് ഏകദേശം കമ്പിയുടെ ഫ്രെയിം അടിക്കാനുള്ള റേറ്റ് നിങ്ങൾ തന്നെ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. അറിയുന്നുള്ള ലോക്കലായിട്ട് ഒരു വെൽഡറെ കൂട്ടിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു റേറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 95,000. ഇപ്പോൾ എത്ര ഒരു ഹൈക്ക് വന്നാലും ഈ ഒരു പ്രൈസിന് എത്ര തന്നെ കൂടി വന്നാലും ഞാൻ ലോക്കലായിട്ട് എത്രയും ഒരു 95,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു 2 കിലോവാട്ട് അതായത് 2,000 വാട്ട്സ് പാനൽ, 2,000 അധികം വാട്ട്സ് ഉണ്ടാവും, 2,200 വാട്ട്സോളം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പാനൽ എടുക്കുമ്പോൾ. 2,000 വാട്ട്സ് പാനൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് 10 യൂണിറ്റ് പെർ ഡേ പ്രൊഡക്ഷൻ കിട്ടും. ഈ 10 യൂണിറ്റ് പെർ ഡേ പ്രൊഡക്ഷൻ കിട്ടുമ്പം ഒരു മാസം 300 യൂണിറ്റ് വെച്ച് 2 മാസം 600 യൂണിറ്റാണ് നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ ആലോചിക്കണം ഇതിൻ്റെ എത്രത്തോളം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത്. മാക്സിമം കിട്ടുന്ന റേറ്റാണ്. നല്ലോണം വെയിൽ കിട്ടുന്ന ഏരിയയിൽ മാത്രമേ കിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വെയിൽ കിട്ടുന്ന ഏരിയയിൽ മാത്രമേ പ്രൊഡക്ഷൻ കിട്ടും. അല്ലെങ്കിൽ ഒരു 6-7 യൂണിറ്റ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതിയാവും കേട്ടോ. മീഡിയം ആണെങ്കിൽ ഏറ്റവും ഹൈ ആണ് ഞാൻ പറഞ്ഞ 10 യൂണിറ്റോളം പ്രൊഡക്ഷൻ കിട്ടാവുന്നതാണ്. അപ്പോൾ ഈ 10 യൂണിറ്റ് വെച്ച് നമുക്ക് കൂടിയ ഏതൊരു 3,000 രൂപ കറണ്ട് ബില്ല് നമ്മൾ ലാഭിക്കുകയാണെങ്കിൽ തന്നെ ഈ 3 വർഷം കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് അതായത് 3,000 രൂപ വെച്ചിട്ട് 3 വർഷം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 3,000 രൂപയല്ല 600 യൂണിറ്റിന് ഏകദേശം 4,500
5000 രൂപ കറണ്ട് ബില്ല് വരും. ഈ കറണ്ട് ബില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയാൽ മതി 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പൈസ, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കുക. 3 വർഷം കൊണ്ട് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് തിരിച്ച് കിട്ടി. പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്നത് ഈ 3 വർഷം കഴിഞ്ഞാൽ ഒരു 5 വർഷത്തോളം ബാറ്ററി എന്തായാലും നിൽക്കുന്നതാണ്. 5 വർഷം ബാറ്ററി കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ ബാറ്ററിയുടെ കോസ്റ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ ഈ ബാറ്ററിയുടെ കോസ്റ്റ് മാത്രമേ എക്സ്ട്രാ നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത്ര വർഷം ഓടും. അത് അതിനേക്കാളും വലിയ ലാഭമാണ് ഉണ്ടാവുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. പുതിയ വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.